97ാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു തുടങ്ങി. ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിലാണ് അവാർഡ് പ്രഖ്യാപനം നടക്കുന്നത്. മികച്ച ചിത്രം, സംവിധാനം, നടൻ, നടി തുടങ്ങി എന്നീ 23 വിഭാഗങ്ങളിലാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. മികച്ച സഹനടനുള്ള പുരസ്കാരം കീറൻ കൂക്കിൻ സ്വന്തമാക്കി. ദി റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ്. ഇന്ത്യൻ പ്രതീക്ഷയെ അനുജയ്ക്ക് പുരസ്കാരമില്ല. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, ഏതൊക്കെ അവാർഡുകൾ പ്രഖ്യാപിച്ചു? അതേസമയം തന്നെ ഇന്ത്യക്ക് നിരാശയായിരിക്കുകയാണ്, അനുജയ്ക്ക് പുരസ്കാരമില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, മികച്ച സഹനടൻ, സഹനടി, ഒറിജിനൽ തിരക്കഥ, അഡാപ്റ്റഡ് തിരക്കഥ, മികച്ച ഷോർട്ട് ഫിലിം, മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം തുടങ്ങിയ അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇന്ത്യക്ക് ഓസ്കാറിൽ നിരാശ എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മികച്ച ആക്ഷൻ ഫിലിമിന് വേണ്ടി മത്സരിച്ച ഇന്ത്യൻ ചിത്രം അനുജയ്ക്ക് അവാർഡൊന്നും ലഭിച്ചില്ല. ഈ ഒരു വിഭാഗത്തിൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് നേടിയിരിക്കുന്നത്. ഈ ഒരു ഓസ്കാറിൽ അനുജയ്ക്ക് ഒരുപക്ഷെ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. അതായത് അനുജയുടെ നിർമ്മാതാവിന് ഇത് രണ്ടാമത്തെ ഓസ്കാർ ആകുമായിരുന്നു. അത്തരത്തിൽ വന്നാൽ AR റഹ്മാന് ശേഷം ഇന്ത്യയിൽ നിന്ന് രണ്ട് തവണ ഓസ്കാർ ലഭിക്കുന്ന ഒരു നേട്ടം കൂടി ഇന്ത്യക്ക് ആകുമായിരുന്നു. പക്ഷെ അതിലെല്ലാം നിരാശയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് ശേഷം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സോയി സാൽഡാനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എമിലിയസ് പേരസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സോയി സാൽഡാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിക്കഡ് എന്ന ചിത്രത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദി ഓൺലി ഗേൾ എന്ന ചിത്രത്തിനും മികച്ച ഡോക്യുമെന്ററി ചിത്രം നോ അതർലാൻഡ് എന്ന ചിത്രത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു വരേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, അനോറയ്ക്ക് ഇതിനോടകം തന്നെ 2 അവാർഡുകൾ നേടിയിട്ടുണ്ട്. അനോറയ്ക്ക് മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡും അതുപോലെ തന്നെ മികച്ച അനോറയ്ക്ക് 2 അവാർഡുകൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു സംഭവം, മികച്ച സഹനടിയായി സോയി ഡാലിനയ്ക്ക് അവാർഡ് നേടിയ ഈ ഒരു അവസരത്തിൽ സോയി ഡാലിനയുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. അതായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് സോയി ഡാലിന നടത്തിയിരിക്കുന്നത്. ലെ കൊടിയേറ്റത്തിനെതിരെ ട്രംപിന്റെ നിയമങ്ങൾക്ക് നടപടികൾക്കെതിരെ സോയി ഡാലിന പ്രതികരിച്ചിട്ടുണ്ട്. ഓസ്കാർ വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷമായിരുന്നു സോയി ഡാലിന്റെ ഈ ഒരു പ്രതികരണം എന്നുള്ളത്. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര എന്ന ചിത്രത്തിനും മികച്ച ഡോക്യുമെന്ററി ചിത്രം നോ അതർലാൻഡ് എന്ന ചിത്രത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി വരാനുള്ളത് മികച്ച ചിത്രം ഏതാണ്, മികച്ച നടൻ, നടി, അത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇനി വരാനുള്ളത്. അത് വരും മണിക്കൂറിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് അനോറയ്ക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ കോൺക്ലേവിനാണോ ലഭിക്കുക എന്നീ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്നീ ആകാംക്ഷകളാണ് നിലനിൽക്കുന്നത്. അത് വരും മണിക്കൂറിൽ എന്തായാലും അറിയാൻ സാധിക്കും. ഹരിത. ശരി, രഞ്ജിലാണ് വിശദാംശങ്ങൾ നൽകിയത്.